ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹെൽത്തിയും ടേസ്റ്റിയും ക്ഷീണം മാറാനും വിശപ്പ് മാറാനെല്ലാം പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി 6 സപ്പോട്ട എടുത്തിട്ടുണ്ട്. നല്ല പോലെ പഴുത്ത സപ്പോട്ടയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത സപ്പോട്ട ആയതുകൊണ്ട് തന്നെ ഒന്നും കേടൊന്നും ഇല്ലാത്ത നല്ല സപ്പോട്ടയാണ്. ഇനി ആ സപ്പോട്ടൻ്റെ പൾപ്പെല്ലാം എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കുരുവും എല്ലാം കളഞ്ഞ് സപ്പോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് പൾപ്പെല്ലാം എടുത്ത സപ്പോട്ട ഇട്ട് കൊടുക്കണം. നല്ല മധുരമുള്ള സപ്പോട്ടയാണ്. അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് 4 പഴം തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ പഴുത്ത 4 പഴം ചേർത്ത് കൊടുത്തു. 5-6 ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് 5-6 ഈത്തപ്പഴവും ചേർത്ത് നല്ലപോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഇതുപോലെ അടിച്ചെടുക്കണം. അതിന് ശേഷം 1 ലിറ്റർ പാല് തിളപ്പിച്ച് ഫ്രീസറിൽ വെച്ചതാണ്. കുറച്ച് കട്ടയായിട്ടുണ്ട്, മുഴുവനായി കട്ടയായിട്ടില്ല. അത് കട്ടയോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ കുറച്ച് കട്ടയായി ബാക്കി പാല് നല്ലപോലെ തണുത്ത പാലും ഒഴിച്ച് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹോർലിക്സ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ ഹോർലിക്സ് പൊടിയും കൂടെ ചേർത്ത് അടിച്ചെടുത്ത് ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. പഞ്ചസാര ശർക്കര ഒന്നും ചേർക്കുന്നില്ല. ഈത്തപ്പഴവും സപ്പോട്ടയും പഴവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പഞ്ചസാര ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് കറക്കിയെടുത്ത ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ നല്ല മധുരമുണ്ട് ഇതിന്. ഇത് ഓരോരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ബദാമും കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. സപ്പോട്ട കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണിത്. നല്ല ടേസ്റ്റാണ്. ഇത് പോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ പിന്നെ നമ്മൾ സപ്പോട്ട വെറുതെ കളയില്ല. ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് അത്ര ഇട്ട് കൊടുക്കുക. നിലക്കടലെല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഉണ്ടല്ലേ, നല്ല സ്മൂത്തി ആയിട്ടുണ്ട്. രാത്രി നമുക്ക് ഇത് മാത്രം കഴിച്ചാൽ മതി, വേറെ ഭക്ഷണമൊന്നും കഴിക്കണമെന്നില്ല. ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമായി.